ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഷെയർ മാർക്കറ്റിൻ്റെ പ്രോഗ്രസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഓപ്ഷൻ ബൈ ചെയ്താൽ നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഒരു ചെറിയ ശതമാനം ആൾക്കാർ അതിൻ്റെ സത്യാവസ്ഥ പറയുന്നുണ്ട്, ഓപ്ഷൻ ബൈ ചെയ്തുകൊണ്ട് മാത്രം ഷെയർ മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കൂടെ സ്റ്റോക്ക് മാർക്കറ്റിൽ മറ്റും ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ബാലൻസ്ഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതിനകത്തുനിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ കൃത്യമായൊരു ഫോർമാറ്റ് അങ്ങനെയാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്കവിടെ ലോസ് ബാലൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ട്രേഡിങ്ങിലോട്ട് വന്നാൽ എല്ലാവർക്കും അറിയാൻ പറ്റും, ഓപ്ഷൻ ബൈ ചെയ്ത് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള ലോസുകൾ കാണാൻ തുടങ്ങും. അതായത് ഒരിക്കലും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ലോസുകൾ വരും. എല്ലാ ആൾക്കാർക്കും പറ്റുന്നൊരു സംഭവമാണത്. പക്ഷെ അവിടെ ഒന്ന് അനലൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും നമ്മളത് ചെയ്തതിൻ്റെ രീതിയിലാണ് കുഴപ്പം. അപ്പോൾ ഓപ്ഷൻ ബൈ മാത്രമല്ല, ഒന്നുകിൽ ഓപ്ഷൻ സെല്ലിങ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ സ്വിംഗ് ട്രേഡുകൾ ചെയ്യുക, അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചത് പ്ലഡ്ജ് ചെയ്തിട്ട് വേണം ഓപ്ഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊരു ബാലൻസിങ് ആണ്. അപ്പോൾ ഈ ഒരു ബാലൻസിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, ഏതൊരു ബിസിനസ് പോലെയും ഇതൊരു ബാലൻസിങ് ആണ്. അപ്പോൾ ഇവിടെ ഒരു പോർട്ട്ഫോളിയോ ബാലൻസിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നെറ്റായിട്ട് ഇവിടെ പ്രോഫിറ്റ് വരത്തുള്ളൂ. അപ്പോൾ അത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവരും ഈ ഓപ്ഷൻ ബൈങ്ങിൻ്റെ പ്രോഫിറ്റ് കണ്ടിട്ടാണ് ഭയങ്കരമായിട്ട് ഫാസിനേറ്റ് ആകുന്നത്. അപ്പോൾ ഓപ്ഷൻ ബൈങ്ങിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം ഇതാണ്, നമ്മൾ ലോസ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിലും ഒരു 1-2 കൊല്ലം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നികത്താനാകാത്ത ലോസുകളായിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പോൾ അതൊരിക്കലും നമുക്ക് മെൻ്റലി ഒരു സുഖം തരുന്നൊരു പരിപാടിയല്ല. അങ്ങനെ ഒരു സാഹചര്യം എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഉപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ രീതികളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കൃത്യമായിട്ട് സ്ട്രക്ചറലായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഈസി ആയിട്ട് ഏതൊരു ബിസിനസ്സിനാണെങ്കിലും ഒരു സ്ട്രക്ചറൽ ഫോർമാറ്റ് ഉണ്ട്. ആ ഒരു രീതി ചെയ്താൽ മാത്രമേ ഉള്ളൂ അവിടെ എല്ലാം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് വെച്ചുമ്പോൾ മെജോറിറ്റി ആൾക്കാർക്ക് ലോസ് വരുന്നൊരു മേഖലയാണ്, അതൊരു ഫാക്റ്റാണ്. അപ്പം മെജോറിറ്റി ആൾക്കാർക്ക് ലോസ് വരുന്നൊരു മേഖലയിൽ പ്രോഗ്രസ് ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടും കാൽക്കുലേഷൻസ് ആവശ്യമാണ്. ആ കാൽക്കുലേഷൻസും ആ ടാക്ടിക്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ഈസി ആയിട്ട് അവിടെ പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും നിങ്ങൾ ഇഷ്ടംപോലെ ആൾക്കാരെ കാണുന്നുണ്ട്. പല ആൾക്കാരും, ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കാര്യമാണ്, പല ആൾക്കാരും കാണുന്നുണ്ട്. ഇവരൊന്നും തന്നെ ഓപ്ഷൻ ബൈയിങ് മാത്രം ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരല്ല. പക്ഷേ പല ആൾക്കാരും പ്രൊജക്റ്റ് ചെയ്യുന്നത് ഓപ്ഷൻ ബൈങ്ങിനായിരിക്കും കൂടുതലും. കാരണം അതിന് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത് ഓപ്ഷൻ ബൈങ്ങിനാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നതും അവർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളതും ഓപ്ഷൻ ബൈങ്ങാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബൈങ്ങിനെ റിലേറ്റ് ചെയ്ത കണ്ടൻറ് ഇട്ടാൽ മാത്രമേ ഉള്ളൂ നമ്മളൊരു കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് വ്യൂസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ആസ് എ കണ്ടൻറ് ക്രിയേറ്റർ നമ്മൾ വ്യൂസ് കിട്ടുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ യൂട്യൂബ് അത് പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ. അല്ലാതെ ഏറ്റവും ബെസ്റ്റ് വീഡിയോസോ അല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ പറയുന്ന വീഡിയോസിനൊന്നും അയക്കത്തില്ല യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ കിട്ടുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷണൽ വീഡിയോസിനൊക്കെ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസിനാണ് യൂട്യൂബ് റീച്ച് കിട്ടുന്നത്. അപ്പം ഒരു കണ്ടൻറ് ക്രിയേറ്ററിൻ്റെ ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇവിടെ റീച്ച് കിട്ടത്തുള്ളൂ. പക്ഷേ ഒരു ബിസിനസ്സുകാരൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനകത്ത് എല്ലാ കോട്ടങ്ങളും നമ്മൾ ശരിയാക്കി എടുത്ത് കൃത്യമായിട്ട് ചെയ്യേണ്ട രീതിയിൽ ബിസിനസ് ചെയ്താൽ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് പറഞ്ഞാൽ അത്രയും വലിയ ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു മേഖലയാണ്. അപ്പോൾ അതിനെ മിസ്യൂസ് ചെയ്യാതെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ഉറപ്പായിട്ടും വേണം. അപ്പം മെജോറിറ്റി ആൾക്കാരും സീരിയസ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കണ്ടിട്ട് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് അവർക്കെല്ലാം ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ അവർക്കുണ്ട്. അതുകൂടാതെ സ്വിംഗ് ട്രേഡുകൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഓഹരി പഠനം മലയാളം ചാനൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതിനകത്ത് പുള്ളി ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് സ്വിംഗ് ട്രേഡിങ്, അതായത് വിന്നിംഗ് പ്രോബിലിറ്റി കൂടുതലുള്ളൊരു ട്രേഡിംഗ് മെത്തേഡാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പം വിന്നിംഗ് പ്രോബിലിറ്റി കൂടുതലുള്ള ഒരു സെഗ്മെൻറ്റിൽ കൂടെ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. പക്ഷേ വിന്നിംഗ് പ്രോബിലിറ്റി ഏറ്റവും കുറവുള്ളൊരു സംഭവമാണ് ഓപ്ഷൻ ബൈയിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കൂടുതലും കടന്ന് കളിച്ച് കഴിഞ്ഞാൽ കൂടുതൽ പൈസ പോകത്തേ ഉള്ളൂ. കാരണം 99% ആൾക്കാരും ലോസ് ഉണ്ടാക്കുന്നൊരു മേഖലയാണ്. 1% ആകാൻ നോക്കി കഴിഞ്ഞാൽ അവിടെ എപ്പോഴും നമുക്ക് മോട്ടിവേഷനൊക്കെ കണ്ട് നമുക്ക് മോട്ടിവേറ്റഡ് ആകാൻ പറ്റും. പക്ഷെ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന ആരോടായിട്ടുള്ള ഒരു ബോധം നമുക്ക് വേണം. അപ്പം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ലിമിറ്റുണ്ട്. അപ്പം നമ്മുടെ ലിമിറ്റ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ആ ലിമിറ്റിനകത്ത് നിന്നുകൊണ്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉസൈൻ ബോൾട്ടിനെ ഓടി തോപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് രാവും പകലും കിടന്ന് കഷ്ടപ്പെടാം, എത്ര വേണമെങ്കിലും കഷ്ടപ്പെട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ആ ട്രെയിനിങ് എത്ര ചെയ്താലും ഉസൈൻ ബോൾട്ടിനെ തോപ്പിക്കാൻ പറ്റുന്ന ശതമാനം എത്ര ഉണ്ടോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എവിടെയാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നതിനുള്ള ബോധം നമുക്ക് കൃത്യമായിട്ട് വേണം. എന്നാൽ മാത്രമേ ഉള്ളൂ ആ ഹാർഡ് വർക്കിന് ഉറപ്പായിട്ടും ഒരു ഗുണം നമുക്ക് കിട്ടത്തുള്ളൂ. അല്ല നമുക്കൊരിക്കലും പ്രോഗ്രസ് ആകാൻ പറ്റാത്തൊരു ഫീൽഡിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവിടെ ലോസേ ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ സമയവും നഷ്ടപ്പെടും, പൈസയും നഷ്ടപ്പെടും, മാനസികാരോഗ്യം നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ബൈയിങ് എന്ന് പറയുന്നത് ഒരു നല്ല ടൂളാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസയൊക്കെ എടുത്തിട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ആ പോർട്ട്ഫോളിയോ ബാലൻസ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് വേണം. പിന്നെ ഒരു അതർ ഇൻകം സോഴ്സ്, ഒരു പ്രധാന ഇൻകം സോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈസി ആയിട്ട്
നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ അവിടെ അപ്പോൾ ഇമോഷണലി ഒരുപാട് അറ്റാച്ച്മെൻറ്റ് ഇതിനോട് വരത്തില്ല. അപ്പോൾ ഒരു സിംഗിൾ ഇൻകം സോഴ്സ് മാത്രമേ ഉള്ളൂ, അത് ഷെയർ മാർക്കറ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് സ്ട്രെസ്സുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടായിരുന്നു. ഒരു പുള്ളി പറയുന്നുണ്ട്, നമ്മളൊരു മൊബൈൽ ഫോൺ എടുത്ത് ഇങ്ങനെ ഒരു ബെഡിനെ മേളിൽ വെച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞ് പിടിക്കാൻ നോക്കി കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും. പക്ഷേ ഒരു ബാൽക്കണിയിൽ പോകുന്നുണ്ട് പുറത്തോട്ട് കൈ വെച്ചിട്ട് മൊബൈൽ ഫോൺ അങ്ങനെ എറിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതാണ് അതിൻ്റെ സംഭവം. നമ്മൾ ഓവർ കോൺഷ്യസ് ആകുന്ന സ്ഥലത്തെല്ലാം നമുക്ക് ഫ്ലോപ്പ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊരു ഹ്യൂമൻ ടെൻഡൻസിയാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കിത് കാര്യങ്ങൾ കാണുക. ഇപ്പോൾ ഷെയർ മാർക്കറ്റാണെന്ന് പറഞ്ഞാലും ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ മെജോറിറ്റി ആൾക്കാരും ഫ്ലോപ്പ് ആകുന്ന മേഖല തന്നെ കിടന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫ്ലോപ്പ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്കത് തിരിച്ചറിവാണ്. കൃത്യമായിട്ടൊരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ, അതുകൂടാതെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്സ്, സ്വിംഗ് ട്രേഡുകൾ, അതിനൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ ഓപ്ഷൻ ബൈയിങ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് വളരെ കുറച്ച് പ്രാധാന്യം മാത്രമേ കൊടുക്കാവുള്ളൂ. ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ അവിടുത്തെ റിസ്ക് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അത് 1% മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ ഓപ്ഷൻ ബൈയിങ് ചെയ്യാറുണ്ട്, പക്ഷേ ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്ന എമൗണ്ട് വളരെ കുറവാണ്. മറ്റ് കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഓപ്ഷൻ ബൈയിങ് ആണ് വളരെ കുറച്ച് ചെയ്യുന്നത്. അപ്പം സ്റ്റോക്സിനകത്ത് ട്രേഡ് ചെയ്യാൻ പറ്റും. സ്റ്റോക്സിനകത്ത് ട്രേഡ് ചെയ്ത ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് കുറച്ച് ബാലൻസ്ഡ് ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്സിനകത്ത് മിനിമം ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യാൻ തന്നെ നല്ല ക്യാപിറ്റൽ വേണം. അപ്പോൾ അവിടെ സ്റ്റോക്കിനാണെങ്കിൽ അതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ലിമിറ്റഡ് ആണ്. ഒരു ദിവസം അപ്പർ സർക്യൂട്ട് ലോവർ സർക്യൂട്ട് വരെയൊക്കെ അത് നീങ്ങത്തുള്ളൂ. അപ്പോൾ തന്നെ അവിടെ പ്രോഫിറ്റ് കുറവായിരിക്കും, പക്ഷേ അവിടെ ലോസും കുറവായിരിക്കും. പക്ഷേ ഓപ്ഷൻസിൻ്റെ കാര്യം അങ്ങനെയല്ല. പക്ഷേ അവിടെ പ്രോഫിറ്റ് കൂടുതലായിരിക്കും, പക്ഷേ അതേ സമയത്ത് ലോസും കൂടുതലായിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉണ്ടാക്കുന്നത് ലോസാണ്. ആ ഒരു ആംഗിൾ തന്നെ കാണുക. അപ്പോൾ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ, ഒരു നല്ല മൈൻഡ് സെറ്റ്, പിന്നെ ഒരു അതർ ഇൻകം സോഴ്സ്, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഓപ്ഷൻ ബൈങ്ങിനാണെങ്കിലും പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ബാലൻസ്ഡായിട്ട് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. ഉറപ്പായിട്ടും ഷെയർ മാർക്കറ്റിൽ നിന്ന് നഷ്ടപ്പെട്ട പൈസ തിരിച്ച് പിടിക്കാനും പറ്റും, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റും. 99% ആൾക്കാർ വിജയിച്ചിട്ടുള്ള ഷെയർ മാർക്കറ്റ് വിജയിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ഫെയിലിയേഴ്സൊക്കെ ഉണ്ടാകും, പക്ഷേ നമ്മളത് കൃത്യമായിട്ട് ആ ഫെയിലിയേഴ്സ് അനലൈസ് ചെയ്തിട്ട് എവിടെയാണ് പാളിച്ച പറ്റിയെന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അതൊക്കെ ടാക്കിൾ ചെയ്യാൻ പറ്റും. അപ്പം ഹാപ്പി ട്രേഡിങ്.